കണ്ണൂർ അഴീക്കോട് ആയനി വയലിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. മാട്ടുമ്മൽ സ്വദേശി ഇസ്മായിലിനെയാണ് കാണാതായത്. ഫെലിക്സ് വിവരങ്ങളുമായുണ്ട്. ഫെലിക്സ്, എപ്പോഴാണ് ഇദ്ദേഹത്തെ കാണാതായത്? തിരച്ചിൽ തുടങ്ങിയോ? രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ഈ കുളത്തിൽ കുളിക്കാനിറങ്ങിയ ആയനി വയലിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ ഇസ്മായിലിനെ കാണാതായത്. ഇപ്പോഴേതായാലും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അതായത് ഫയർഫോഴ്സ് ആണ് ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ നാട്ടുകാരും തെരച്ചിലിൻ്റെ ഭാഗമാകുന്നുണ്ട്. അല്പസമയത്തിനകം തലശ്ശേരിയിൽ നിന്നും സ്കൂബ ടീം അടക്കം ഇവിടെയെത്തും. ഈ കുളത്തിന് ഏതാണ്ട് 12 മീറ്ററോളം ആഴമുണ്ട് എന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ആഴമുള്ള കുളമാണ്. ആ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത്. ഇസ്മായിലിനൊപ്പം മറ്റ് ആളുകളും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. അങ്ങനെ പക്ഷേ കാലിനോ മറ്റോ മസിൽ കയറി അങ്ങനെ അവശനായി കുളത്തിൽ മുങ്ങിപ്പോയതാകാം എന്നതാണ് കരുതുന്നത്. കാരണം നീന്താൻ അറിയുന്ന ആളാണ്. അങ്ങനെയാണ് കുളത്തിൽ കുളിക്കാനായി എത്തിയത്. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും നാട്ടുകാരും ഫയർഫോഴ്സുമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിനകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂബ ടീം അടക്കം സ്ഥലത്തെത്തും. ശക്തമായ മഴയുണ്ട്. കുളത്തിൽ നല്ല വെള്ളമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലേറെയായി അതിശക്തമായ മഴ ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ്. അത്രയധികം ആഴമുള്ള കുളമാണ്. മാത്രമല്ല ചെളി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഈ പടവുകളാണ്, അതായത് ഇവിടം തൊട്ട് താഴെ വരെയും ഈ പടവുകളാണ്. അങ്ങനെ കൽപ്പടവുകളാണ്. അതുകൊണ്ട് താഴെ വലിയ ചെളി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 10 മണിക്ക് സംഭവിച്ചതാണ്. ഇതിപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 12:30 കഴിഞ്ഞു. അപ്പോൾ ഇത്രയധികം സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തപ്പിക്കണ്ടുപിടിക്കുക എന്നത് വളരെ അതായത് ആഴത്തിൽ 12 മീറ്ററോളം ആഴത്തിൽ പോയി ഒരു പക്ഷേ തപ്പി കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാർ പരമാവധി ശ്രമിക്കുന്നത്. കണ്ണൂർ അഴീക്കോടാണ് ആയനി വയലിൽ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവിനെ കാണാതായത്. മാട്ടുമ്മൽ സ്വദേശി ഇസ്മായിലിനെയാണ് കാണാതായത്. അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫെലിക്സ്, കാലാവസ്ഥ വളരെ മോശമായൊരു സാഹചര്യമാണ്. സ്ഥിരമായി ആളുകൾ കുളിക്കുന്ന സ്ഥലമാണോ? ഈ അപകട സമയത്ത് ആരും ഉണ്ടായിരുന്നില്ലേ? അപകട സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇയാൾ മാത്രമായിരുന്നില്ല, ഇസ്മായിൽ മാത്രമായിരുന്നില്ല. ഇസ്മായിലിനൊപ്പം മറ്റു ചില ആളുകൾ കൂടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അവശനായി ഈ കുളത്തിലേക്ക് വീഴുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് വേണം കരുതാൻ. ഏതായാലും അതിന് ശേഷമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. കാണാതായ ആൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കുളത്തിൽ തുടരുകയാണ്. കാലാവസ്ഥയും പ്രതികൂലമാണ്. ഫെലിക്സ് ആണ് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.